റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഫോൺ സംഭാഷണത്തിനു പിന്നാലെ വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇറാൻ ഉൾപ്പെടെ പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ചും ട്രംപ് നടത്തിയ നിരീക്ഷണങ്ങൾ അമേരിക്കയുടെ വിദേശ നയത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകം ഉറ്റുനോക്കുന്ന രണ്ട് വലിയ യുദ്ധങ്ങളുടെ ഭാവി നിർണയിക്കുന്നതിൽ പുടിന്റെ സ്വാധീനം ട്രംപ് അംഗീകരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ സംഭാഷണത്തിലൂടെ പുറത്തുവരുന്നത്. ഉക്രൈൻ യുദ്ധമാണോ അതോ ഇറാൻ ഉൾപ്പെട്ട സംഘർഷമാണോ ആദ്യം അവസാനിക്കുക എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് നൽകിയ മറുപടി അത്യന്തം വിചിത്രവും അതേസമയം ഗൗരവമേറിയതുമായിരുന്നു. ചോദ്യങ്ങളിൽ നിന്ന് പലപ്പോഴും തെന്നിമാറിയ ട്രംപ് ഉക്രൈൻ സൈനികമായി പരാജയപ്പെട്ടു കഴിഞ്ഞു എന്ന ഞെട്ടിക്കുന്ന പ്രസ്താവനയാണ് നടത്തിയത്. ഒരു പരമാധികാര രാജ്യം തങ്ങളുടെ നിലനിൽപ്പിനായി പോരാടുമ്പോൾ ലോകശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ആ രാജ്യം പരാജയപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഉക്രൈന്റെ സൈനിക ശേഷിയെക്കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായിരുന്നു. ഉക്രൈൻ സൈന്യത്തിന് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഒരു വശത്ത് വാദിക്കുമ്പോൾ തന്നെ അവരുടെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള അതിശയോക്തി കലർന്ന അവകാശവാദങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. ഇത് അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതിൽ പ്രതിരോധ വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. യുദ്ധകളത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കാൾ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്കാണോ ട്രംപ് മുൻഗണന നൽകുന്നത് എന്ന ചോദ്യം ഇതോടെ ശക്തമായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള തന്റെ ബന്ധം യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. ഉക്രൈൻ വിഷയത്തിലും ഇറാൻ വിഷയത്തിലും പുടിന് നിർണായകമായ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇറാനുമായുള്ള റഷ്യയുടെ അടുത്ത ബന്ധം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഉപയോഗിക്കാമെന്ന തന്ത്രപരമായ നീക്കമാണ് ട്രംപിന്റെ മനസ്സിലുള്ളതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇത് സഖ്യരാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിനിടെ ട്രംപ് ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് പെട്ടെന്ന് മാറിക്കൊണ്ടിരുന്നത് മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ കുഴപ്പിച്ചു. ഇറാന്റെ ആണവ പദ്ധതിയോ അതോ ഉക്രൈനിലെ റഷ്യൻ അധിനിവേശമോ ഏതാണ് അമേരിക്കയ്ക്ക് കൂടുതൽ ഭീഷണി എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നതിനു പകരം പുടിനുമായുള്ള തന്റെ വ്യക്തിപരമായ അടുപ്പത്തെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ സംസാരിച്ചത്. ഇത് അമേരിക്കൻ വിദേശ നയം വ്യക്തി താല്പര്യങ്ങൾക്ക് വഴിമാറുന്നു എന്ന വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഉക്രൈൻ സൈനികമായി പരാജയപ്പെട്ടു എന്ന ട്രംപിന്റെ പ്രസ്താവന കീവിലെ ഭരണകൂടത്തെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്ക നൽകുന്ന സൈനിക സഹായം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രമേ സഹായിക്കൂ എന്ന ട്രംപിന്റെ നിലപാട് ഉക്രൈനിലുള്ള ആയുധ വിതരണത്തെ ബാധിച്ചേക്കാം. ഇത് റഷ്യയ്ക്ക് യുദ്ധകളത്തിൽ കൂടുതൽ മേൽക്കോയ്മ നൽകാൻ കാരണമാകും. ട്രംപിന്റെ ഈ വാക്കുകൾ പുടിന് ലഭിച്ച വലിയൊരു രാഷ്ട്രീയ വിജയമായാണ് ക്രെംലിൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങളിൽ റഷ്യയുടെ മധ്യസ്ഥത ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന സംശയവും ഇതോടെ ഉയർന്നിട്ടുണ്ട്. ഇറാനുമേൽ സ്വാധീനമുള്ള പുടിനെ ഉപയോഗിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് ട്രംപ് കരുതുന്നുണ്ടാകാം. എന്നാൽ ഇസ്രയേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹായങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുടിന്റെ ഇടപെടൽ എത്രത്തോളം നിഷ്പക്ഷമായിരിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ ഉക്രൈനിലെ സാധാരണ സൈനികരുടെ മനോവീര്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി തന്നെ പരാജയം പ്രഖ്യാപിക്കുന്നത് പോരാളികൾക്കിടയിൽ നിരാശ പടർത്തും. അതേസമയം റഷ്യൻ സൈന്യത്തിന് ഇത് കൂടുതൽ ആവേശം നൽകുകയും ചെയ്യും. യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് സ്വീകരിക്കുന്ന ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്ത്രം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ട്രംപിന്റെ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത്. ഉക്രൈനെ കൈവിടുന്ന ഒരു സമാധാന കരാറിന് റഷ്യയുമായി ട്രംപ് ധാരണയിലെത്തുമോ എന്നതാണ് അവരുടെ പ്രധാന ഭയം. പുടിനുമായുള്ള ട്രംപിന്റെ ഫോൺ സംഭാഷണത്തിലെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഉക്രൈന്റെ ഭാവി സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കപ്പെട്ടേക്കാമെന്ന് പലരും കരുതുന്നു. ഇറാൻ വിഷയത്തിൽ ട്രംപ് പുലർത്തുന്ന കാർക്കശ്യം പുടിന്റെ ഇടപെടലിലൂടെ കുറയുമോ എന്നതും ശ്രദ്ധേയമാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ റഷ്യയെ ഒരു പ്രധാന കക്ഷിയാക്കി മാറ്റാൻ ട്രംപ് തയ്യാറായേക്കും. ഇത് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയത്തിൽ വലിയൊരു മാറ്റമായിരിക്കും. എന്നാൽ ട്രംപിന്റെ ഈ നീക്കങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നതയുണ്ടാക്കാൻ സാധ്യതയുണ്ട്.
വാർത്താ സമ്മേളനത്തിൽ ട്രംപ് കാണിച്ച പതർച്ചയും ചോദ്യങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറ്റവും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും മാനസികാവസ്ഥയെയും കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിമരുന്നിട്ടു. സങ്കീർണമായ അന്താരാഷ്ട്ര വിഷയങ്ങളെ ലളിതവൽക്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം അപകടകരമാണെന്ന് പല വിദേശനയ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഒരേ സമയം രണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ച ആശയക്കുഴപ്പം അമേരിക്കൻ നേതൃത്വത്തിന്റെ വിശ്വാസ്യതയെ ബാധിച്ചേക്കാം. റഷ്യ, ഇറാൻ, ഉക്രൈൻ എന്നീ മൂന്ന് രാജ്യങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ട്രംപിന്റെ വിശകലനം പുതിയൊരു ആഗോള ക്രമത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയുടെ പരമ്പരാഗത ശത്രുക്കളുമായി ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കുക എന്ന രീതിയാണ് ട്രംപ് പിന്തുടരുന്നത്. ഇത് ലോക സമാധാനത്തിന് ഗുണകരമാകുമോ അതോ വൻ ശക്തികളുടെ ആധിപത്യത്തിന് വഴിവെക്കുമോ എന്നത് തർക്ക വിഷയമാണ്. പുടിനുമായുള്ള സംഭാഷണത്തിന് ശേഷം ട്രംപ് നടത്തിയ പരാമർശങ്ങൾ വൈറ്റ് ഹൗസ് വൃത്തങ്ങളെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധം അവസാനിക്കാനായി എന്ന സൂചന അദ്ദേഹം നൽകിയത് ഏത് സാഹചര്യത്തിലാണെന്നത് വ്യക്തമല്ല. ഒരുപക്ഷെ റഷ്യയുമായി എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യധാരണയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടാകാം. ഇത് വരും ദിവസങ്ങളിൽ വലിയ വാർത്തകൾക്ക് കാരണമാകും. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ട്രംപ് പ്രകടിപ്പിച്ച അസ്വസ്ഥത ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നു. ഇറാന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ പുടിന്റെ സഹായം തേടുന്നത് അമേരിക്കയുടെ ഗതികേടാണോ അതോ തന്ത്രപരമായ നീക്കമാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശകലനം ചെയ്യുന്നു. ട്രംപിന്റെ ഓരോ വാക്കും വിപണികളെയും നയതന്ത്ര ബന്ധങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഉക്രൈനിലെ സൈനിക പരാജയത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവന നാറ്റോ സഖ്യത്തിനുള്ളിലും വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. യുക്രൈനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ നാറ്റോ രാജ്യങ്ങൾ ട്രംപിന്റെ നിലപാടിനെ എങ്ങനെ നേരിടുമെന്നത് നിർണായകമാണ്. റഷ്യൻ അതിർത്തിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അമേരിക്ക വരുത്തുന്ന മാറ്റങ്ങൾ യൂറോപ്പിന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ചേക്കാം. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകും. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അടുപ്പം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഇറാന് സാധിച്ചേക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി കുറയ്ക്കാൻ പുടിന് സാധിക്കുമെങ്കിൽ അത് ട്രംപിന് വലിയൊരു നയതന്ത്ര വിജയമായി ഉയർത്തിക്കാട്ടാനാകും. എന്നാൽ ഇതിനായി അമേരിക്ക എന്ത് വില നൽകേണ്ടി വരുമെന്നതാണ് പ്രധാന ചോദ്യം. ലോകം ഉറ്റുനോക്കുന്ന ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയിലും ചർച്ചയാകും. ഉക്രൈന് പരമാധികാരത്തെക്കുറിച്ചും ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചും ട്രംപ് പുലർത്തുന്ന പുതിയ കാഴ്ചപ്പാടുകൾ ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികളുടെ കളിത്തട്ടായി പശ്ചിമേഷ്യയെയും കിഴക്കൻ യൂറോപ്പിനെയും മാറ്റുകയാണ്. ട്രംപിന്റെ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ സൂചനയാണ്. ട്രംപിന്റെ ഈ വാർത്താ സമ്മേളനം അമേരിക്കൻ ജനതയ്ക്കും ലോകത്തിനും നൽകുന്നത് വലിയൊരു അനിശ്ചിതത്വമാണ്. ആര് ജയിക്കും, ആര് തോൽക്കും എന്നതിനേക്കാൾ അമേരിക്കയുടെ നിലപാട് എന്ത് എന്നതിലാണ് എല്ലാവർക്കും ആശങ്ക. പുടിന്റെ ഇറാൻ സന്ദേശം ട്രംപിനെ ഞെട്ടിച്ചുവോ അതോ അവർ തമ്മിൽ പുതിയൊരു സഖ്യത്തിന് തുടക്കമിട്ടുവോ എന്നത് വരും കാലം തെളിയിക്കും. യുക്രൈൻ സൈനികമായി തോറ്റു എന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ അത് ആ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ പോരാട്ടത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന വിമർശനം ശക്തമാണ്. എങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഇത് പറയുന്നതെങ്കിൽ അതിനായി അദ്ദേഹം സ്വീകരിക്കുന്ന മാർഗം അത്യന്തം അപകടകരമാണ്. പുടിന്റെ തന്ത്രങ്ങൾക്ക് ട്രംപ് വഴങ്ങുകയാണോ എന്ന സംശയം ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ പങ്കുവയ്ക്കുന്നു. ഈ സംഭവവികാസങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്കാണ്. യുക്രൈനിലെയും ഇറാനിലെയും യുദ്ധങ്ങൾ അവസാനിക്കണമെങ്കിൽ വൻ ശക്തികൾ തമ്മിലുള്ള വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് ട്രംപ് പറയാതെ പറയുന്നു. എന്നാൽ ഈ വിട്ടുവീഴ്ചകൾ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കുമോ അതോ പുതിയ സംഘർഷങ്ങൾക്ക് വഴിമരുന്നിടുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ട്രംപിന്റെ പതർച്ചയും പുടിന്റെ കരുത്തും തമ്മിലുള്ള ഈ പോരാട്ടം ആഗോള ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ്.